അസ്സലാമലൈക്കും. അപ്പോൾ നമ്മളിന്നൊരു പുതിയ വീഡിയോ ഒക്കെ ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. മുത്താറി കൊണ്ട് നമുക്കൊരു അടിപൊളി എന്താ പറയുക, കുടിക്കാൻ വേണ്ടി കാച്ചെടുക്കാം. അതായത് പായസം പോലെ ആണെങ്കിൽ അങ്ങനെയും ആക്കാം, അല്ലാതെ നമുക്ക് വെള്ളം പോലെ ആണെങ്കിൽ അങ്ങനെയും ആക്കാം. അപ്പോൾ ഞാൻ ലേശം കുറുകിയിട്ട് ഒരു പായസ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ എങ്ങനെ കുടിച്ചാലും നമുക്ക് ഈ കർക്കിടക മാസത്തിൽ നല്ല ഫലം ചെയ്യും. കാരണം മുത്താറി കുട്ടികൾ ആദ്യം തിന്നീന്നാണ്. ഇപ്പോൾ വലിയ ആൾക്കാർ എല്ലാവർക്കും, കുട്ടികൾ എന്നൊന്നുമില്ല, അപ്പോൾ എല്ലാവർക്കും കഴിക്കാം. രക്തം ഉണ്ടാകാനും ക്ഷീണം മാറാനും നമുക്ക് ഈ കർക്കിടകം കണ്ട് മുതലാക്കണം നമുക്ക്. അപ്പോൾ എന്താ ചെയ്യേണ്ടി വെച്ചാൽ കഞ്ഞി വെച്ച് കുടിക്കുക, അങ്ങനത്തെ വെള്ളമൊക്കെ ഉണ്ടാക്കി കുടിക്കുക, പലതും ചെയ്യാണ്ട്. ഇപ്പോൾ പണ്ടുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ഓരോന്നും ചെയ്യുന്നു. ഇപ്പോൾ ഉള്ള ആൾക്കാർക്കൊക്കെ മടിയായതുകൊണ്ട് അങ്ങനെയാണ് ചെയ്യലില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഇവിടെ പൊടി കുറച്ചുണ്ട്. അപ്പോൾ ഞാനിത് അതൊന്നും ഉണ്ടാക്കി കാട്ടിത്തരാം. പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും, നല്ല ക്ഷീണത്തിനും നല്ല ഒരിതാണ്. പിന്നെ ചോരല്ലാത്തവർക്കൊക്കെ ഉണ്ടാകാനൊക്കെ നല്ല കേട്ടോ. കുട്ടികൾക്കും വലിയവർക്കൊക്കെ കൊടുക്കുക. അങ്ങനെ ഈ രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ കുട്ടികൾ പായസം പോലെയാണ് കുടിച്ച് പോയിക്കോളും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാ ഇതിനൊരു 5 സ്പൂണ് ഞാൻ ഈ പാത്രത്തേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ ഇതിലൊരു ഉമ്മി പോലെ ഉണ്ടാവും കേട്ടോ. അതൊന്ന് കലക്കിയിട്ട് നമുക്ക് എന്താ ഇപ്പോൾ പറയുക, ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഞാനൊരു 4 സ്പൂൺ ഇട്ടാണ്. നമുക്ക് കലക്കിയിട്ടുള്ള കട്ടി കുറവാണെങ്കിൽ ലേശം കൂടി നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. നല്ല കട്ടിയിൽ വേണ്ടേനും, എന്നാൽ പറ്റ വെള്ളം ഇല്ലാത്ത രീതിയിലാട്ടോ നമുക്ക് കിട്ടേണ്ടിയേ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് മാത്രമല്ല, ശരീരത്തിന് നല്ല ഗുണങ്ങളും ചെയ്യും. അപ്പോൾ അതാ ഞാൻ അതൊന്ന് കലക്കിയെടുക്കട്ടെ. കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കിയെടുക്കുക. അപ്പോൾ ഇതിപ്പോൾ ഇവർ ഉമ്മിയൊന്നും കളഞ്ഞ് എങ്ങനെ, ഇപ്പോൾ ഇതിപ്പോൾ നമുക്ക് വാങ്ങണ പൊടിയായതുകൊണ്ടേ ഞാൻ പൊടിച്ച് ഇവിടെ നിന്ന് എടുത്ത പൊടിയല്ല കേട്ടോ. ഇത് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള കിട്ടണമെങ്കിൽ നമുക്ക് മുത്താറി വാങ്ങി പിന്നെ കഴുകി പൊടിപ്പിച്ചെടുക്കാം, ഉണക്കി. ഇത് നമ്മൾ വാങ്ങിയ പൊടിയാണേ. കുറച്ച് ലൂസായിട്ടാണ് കലക്കുക, എന്നാലും നമുക്ക് അരിച്ചെടുക്കാൻ നല്ലൊരു സുഖം ഉണ്ടാവും. പെട്ടെന്ന് ഉമിയൊക്കെ പോരും. കണ്ടില്ല ഇതിൻ്റെ കളറ്, ഇതിൻ്റെ ഈ തവിടാണ്. ഇപ്പോൾ നമ്മളെ ഈ ഭാഗത്തൊക്കെ ഇതിന് എന്താണ് മുത്താറി എന്നാട്ടോ പറയൽ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണ് മുത്താറി എന്ന് പറഞ്ഞതുകൊണ്ട്. നമ്മളെ ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ പറയൽ. ഇതിന് പല പേരുണ്ടെന്ന് തോന്നണ്. അതാ ഇങ്ങനെ ഈ രീതിയിൽ കലക്കിയെടുക്കാൻ കണ്ടില്ലേ, എന്ത് നല്ലതെന്നറിയോ. നമുക്കിപ്പോൾ അത് ഏത് നേരത്തും കുടിക്കുക. ഷുഗറുള്ള ആൾക്കാർക്ക് ഒന്നും കൂടി ബെസ്റ്റാണിത് കുടിക്കുന്നത്. ഇങ്ങനത്തെ അരിപ്പയിലായിരിക്കും കേട്ടോ നമുക്ക്, എന്നാലല്ലേ കുറച്ചും കൂടി അധികം ഉമ്മിയിട്ടുള്ളൂ. ഒന്ന് അരിച്ചു നോക്കട്ടെ കേട്ടോ. നല്ല പോലെ കലക്കിയിട്ട് അപ്പോൾ ഇത് ലേശം വെള്ളം കൂടിയിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മളിപ്പോൾ അത് എന്താ ഇപ്പോൾ പറയുക, ഇത് നമ്മൾ അടുപ്പത്ത് വെക്കുമ്പോഴത്തേന് തന്നെ അത് കുറുകി ഇങ്ങനെ വരും. അപ്പോൾ ഞാൻ 2-3 ദിവസമായി വീഡിയോ ഇട്ടിട്ട് കേട്ടോ. നിങ്ങളൊക്കെ ഞാനൊരു തിരക്കിലായിരുന്നു, അതുകൊണ്ടാണ്. കല്യാണവും മിഠായി കൊടുക്കലും ഒക്കെ പാടായിട്ട് കുറച്ച് നേരം പോയില്ല. നിങ്ങളെല്ലാവരും ഒന്ന് കണ്ട് നോക്കി ഇതുപോലെ ചെയ്ത് കുടിച്ചിട്ട് നിങ്ങളെ അഭിപ്രായമൊക്കെ ഉണ്ട് എഴുതി അറിയിച്ചോളൂ. പിന്നെ ഞാനൊരു തേങ്ങൻ്റെ പകുതി എടുത്ത് പാലാക്കി വെച്ചിട്ടുണ്ട്. അതിക്ക് ഒരു 2 ഏലക്കായും കൂടി ഇട്ട് അടിച്ച് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ അത് നിങ്ങളെ കാണിക്കാഞ്ഞ് വീഡിയോ വലുതായി പോകണ്ട വെച്ചിട്ടാട്ടോ. നിങ്ങൾ കണ്ട് ഇങ്ങനെ മടക്കണ്ട വെച്ചിട്ടാണ് പെട്ടെന്ന് ആ പണിയൊക്കെ ഒരുക്കി വെച്ചത്.
ഇതിപ്പോൾ വേറെ ഒന്നുമില്ല, ഒരു തേങ്ങൻ്റെ പകുതി എടുത്ത് നമ്മൾ എന്താ ഇപ്പോൾ പറയുക അണ്ട് അടിച്ച് ഒരു 2 ഏലക്കായി അതിലിട്ടാൽ അതിൻ്റെ ആ ചുവ ഉണ്ടാവും. ഇതുണ്ടോ ഇതിലുള്ള ഉമിയൊക്കെ ഇതുണ്ടോ. ഇതൊക്കെ ചിലപ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ ചിലപ്പം വയറുവേദനയൊക്കെ എടുക്കാൻ സാധ്യതയുണ്ട് ഉമ്മി തിന്നുമ്പോൾ. അപ്പോൾ ഇത് നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒന്ന് എന്തായാലും ഇതുപോലെ കലക്കിയിട്ടൊന്ന് അരിച്ചെടുക്കണേ. ഞാനിതിൽ ലേശം കൂടി വെള്ളം ഒഴിച്ചിട്ടൊന്ന് കലക്കി എടുക്കട്ടെ. നമുക്ക് കുറച്ചുകൂടി പൊടി ഇതിൽ കിട്ടിയിട്ടുണ്ട്. അതായത് ഇത് നമുക്ക് വേണ്ട കേട്ടോ. ഇത് നല്ല ഉമി തന്നെയാണ് കണ്ടോ. ഇതുപോലെ അരിച്ചെടുക്കണേ. അപ്പോൾ ഇതൊന്നും ഉണ്ടാക്കുക നമ്മൾ. അപ്പോൾ അതാ ഞാനൊരു പാത്രത്തിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ അതാ കുറുകി വരുന്നുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് വെള്ളം കൂടി വെച്ചിട്ടുണ്ടായിരുന്നേ. ഇതാ തീ കുറച്ചാണ് കേട്ടോ വെച്ച്. തോനെ തീ കത്തിച്ചാൽ പെട്ടെന്നാണ്ട് അടി പിടിച്ച് കുറുകി പോകും. അപ്പോൾ അത് വേവും വേണമെന്ന്. അപ്പം അതിന് വേണ്ടിയിട്ട് ലേശമൊന്ന് തീ കുറച്ചാണ്. നമുക്ക് ഇതിക്ക് ശർക്കര ഉരുക്കി വെച്ചാണ് ഒരു രണ്ട് കഷ്ണം, ഇതുപോലുള്ള 2 കഷ്ണം. ഇത് പിന്നെ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. നമുക്ക് ഓരോരുത്തർക്ക് മധുരം എത്രയാണോ വേണ്ടി വെച്ചാൽ അത് ഉരുക്കി വെച്ചാൽ മതി. അപ്പോൾ ഏകദേശം ഉണ്ടോ ഇത്ര പെട്ടെന്ന് അത് കുറുകിയത്. അപ്പോൾ അത് ഏകദേശം വെന്തണേ. നമുക്ക് ശർക്കര ഉരുക്കി വെച്ചതൊന്ന് ഒഴിച്ചു കൊടുക്കുക. പെട്ടെന്നാവും. ഇത് എളുപ്പമുണ്ട് പണി. ഒന്ന് അരിച്ച് വയ്ക്കുക. എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. നമ്മളെ ശർക്കര എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. തേങ്ങാപ്പാൽ അരമുറി. ഇത് ഒഴിച്ചാൽ പിന്നെ തോനെ നേരം വെക്കണ്ട കേട്ടോ. ഞാൻ ആകെ ഒരു പാൽ തന്നെ എടുത്തിട്ടുള്ളൂ. 2ാം പാലൊന്നും എടുത്തിട്ടില്ല. ഒന്ന് ചൂടാവട്ടെ. തിളക്കണ്ട, ചൂടായാൽ മതി. ഇതൊന്ന് അരിച്ചെടുത്ത് ഈ അടുപ്പത്തേക്ക് ഒന്ന് വെക്കണ പണി മാത്രമേ ഉള്ളൂ. എന്നാലോ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരിയുള്ള ഗുണങ്ങളൊക്കെ ഇതിനുണ്ട്. ക്ഷീണത്തിന് എന്ത് സുഖമാണെന്നറിയാം. നല്ല സുഖം കിട്ടും. നമ്മളിപ്പോൾ ഷുഗറുള്ളവർക്കൊക്കെ എപ്പോഴും ക്ഷീണം. അവർക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കുന്നുണ്ട്. ഇപ്പോൾ അതാ ഞാൻ തീ ഓഫാക്കുകയാണ്. ഇത്ര മതി. നമുക്കൊരു ഇച്ചിരി ഉപ്പിടണം. ഉപ്പ് കുറച്ചിടണം. ഇത് നമ്മൾ വാങ്ങി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് വറവിടുക. തേങ്ങാക്കൊത്തൊക്കെ ഇട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിക്ക് അണ്ടിപ്പരിപ്പ്, തേങ്ങാക്കൊത്ത്, ബദാം പരിപ്പൊക്കെ ഇടാം കേട്ടോ. ഏത് വേണമെങ്കിലും ഇടാം. അപ്പം നമുക്കിതാ ഇത്രയും നീലാട്ടോ കിട്ടിയിട്ടുള്ളത്. ഇതുണ്ടോ, ഇങ്ങനെ മതി. ഇത് പാകം നമുക്ക് കുടിക്കാൻ. അല്ലെങ്കിൽ പിന്നെ എങ്ങനെ ആയാലും കോരി എങ്ങനെ കഴിച്ചാലും മതി കേട്ടോ. നമുക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് സുഖത്തിന് ഇങ്ങനെ ഇത്ര. അപ്പോൾ ഞാനിത് അടുപ്പത്തുനിന്ന് വാങ്ങിയിട്ട് തീയൊന്ന് കത്തിച്ചതൊന്ന്
തേങ്ങ കൊത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതിനൊരു സ്പൂണ് നെയ്യ്. അപ്പം അധികം വേണ്ട കേട്ടോ നമുക്ക്. പിന്നെ അളവ് കൂട്ടുകയാണെങ്കിൽ കുറച്ചധികം ഇടാം. അപ്പോൾ ഈ അളവിന് ഇപ്പോൾ അത് മതി. അപ്പോൾ ഞാൻ ഇതിലിട്ട സാധനം ഒന്നും കൂടി നിങ്ങളോട് പറയാം. തേങ്ങാക്കൊത്ത്, പിന്നെന്താണ് 2 ഗ്രാമ്പു, ലേശം ഉപ്പ്, ശർക്കര, തേങ്ങാപ്പാൽ, ഇത്ര സാധനം ഇട്ട്. ഗ്രാമ്പു അല്ല കേട്ടോ, ഏലക്കായാണ്. മറന്ന് പറഞ്ഞ കേട്ടോ. ഗ്രാമ്പു ഒന്നും ഇതിൽ കൊണ്ടുപോയി ഇടണ്ട, ഞാൻ മറന്ന് പറഞ്ഞതാ. ഏലക്ക ഗ്രാമ്പു ഇടുമ്പോൾ അത് കറിയായി മാറും. പറഞ്ഞപ്പോൾ മാറിപ്പോയതാണേ. അപ്പോൾ അത് മൂത്ത് വന്നേ. അണ്ടിപ്പരിപ്പുണ്ടെങ്കിൽ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ഇട്ടോളിട്ടോ. അപ്പോൾ നമ്മളെ കയ്യിലില്ലാത്തതുകൊണ്ടാണ്. ഇവിടെ ഒരു ചെറുക്കുണ്ട്, ഒരു ഓന് ഫ്രിഡ്ജിൽ വെച്ചാൽ ചൂടെടുത്ത് ഇട്ട് ഒക്കെ എടുത്ത് തിന്നു. ഇതൊന്നും ഓൻ തിന്നില്ല, അങ്ങനെയാണ്. അപ്പം ഉണ്ടെങ്കിൽ ഇട്ടോളി, നല്ലതാണ്. അപ്പോൾ ഇത് നമുക്ക് ഇനി ഇതിക്കണ്ട് ഒഴിക്കാം. അപ്പോൾ ഈ നെയ്യിൻ്റെയും ഒക്കെ ആ ഗുണങ്ങളും കൂടിയും കിട്ടി. ഇപ്പം നമുക്ക് കിട്ടും ഇതുപോലെ ഒന്ന് വറവിട്ടെടുത്താൽ. അപ്പം അതാണ് ഇന്ന് ഇളക്കാം. ഇതൊന്നും ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ നമുക്ക് വിശപ്പിനും കുറേ ആക്കാം കേട്ടോ. 10 മണി 11 മണിയൊക്കെ ആകുമ്പോൾ ഒന്ന് കുടിച്ചാൽ നമുക്ക് ചോറൊക്കെ കുറേ കഴിഞ്ഞിട്ട് കഴിച്ചാൽ മതി. അപ്പം നമ്മളെ പിന്നെന്താണ് മുത്താറി കാച്ചിയത് റെഡിയായി. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക എല്ലാവരും. നമുക്കൊന്ന് ക്ലാസ്സിലേക്ക് മാറ്റാം. അപ്പോൾ അതാട്ടെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കുടിക്കാൻ പോവുകയാണ്. കുറച്ച് ചൂടാറിയിട്ടുണ്ട്. ഇപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ പോയതാണ്. അവരൊക്കെ വരുമ്പോൾ ഒരിക്കും കൊടുക്കാം. നമ്മൾ ഇവിടെ ഉള്ളവർ കുടിക്കുക. അപ്പോൾ അതാ ഞാനൊന്ന് കുടിച്ചു നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. അടിപൊളി ടേസ്റ്റാ മക്കളെ, ഉണ്ടാക്കിക്കോളി, എല്ലാവരും ഉണ്ടാക്കിക്കോളി. ഇതാ നല്ല ടേസ്റ്റുണ്ട്. ടേസ്റ്റ് വെച്ചാൽ നമ്മൾ പായസം കഴിക്കണ അതിന് തന്നെ, വേറെ ഒന്നുമല്ല. അപ്പോൾ അങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എല്ലാവരോടും അസ്സലാമു അലൈക്കും, നന്ദി, നമസ്കാരം.